കൊട്ടിക്കലാശം നടക്കുന്ന ഈ നിലമ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF-ന്റെയും അതോടൊപ്പം NDA-യുടെയും അല്പസമയത്തിനകം തന്നെ UDF-ന്റെയും എല്ലാം സ്ഥാനാർത്ഥികൾ ഈ സ്ഥലത്തേക്ക് ഇവിടെ ഒരുമിച്ച് ചേരുമ്പോൾ LDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ വളരെ നേരത്തെ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ 6 മണി വരെയാണ് കൊട്ടിക്കലാശമെങ്കിൽ 5 മണിയോടൊക്കെയാണ് മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനാർത്ഥി ആ കൊട്ടിക്കലാശം നടക്കുന്ന പോയിന്റിലേക്ക് വരുന്നത് കാണുക. അതിനേക്കാൾ നേരത്തെ തന്നെ LDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ വന്നു. അവരോടെല്ലാം സംസാരിക്കുമ്പോൾ അത്രയേറെ ആവേശത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അവർ അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഈ മണ്ഡലം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് കുഞ്ഞാലി, അദ്ദേഹമാണ് ഇവിടെ വിജയിച്ചതെങ്കിൽ പിന്നീട് കോൺഗ്രസിന്റെ ഒരു വളർച്ചയാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ കാണുന്നത്. ആര്യാടൻ മുഹമ്മദ് 3 പതിറ്റാണ്ടിലേറെ കാലം കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം, നിരവധി തവണ മന്ത്രിയായിരുന്ന ഒരു മണ്ഡലം, അങ്ങനെ കോൺഗ്രസിന് വലിയ തോതിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്കൊരു ശക്തി കേന്ദ്രമായി മാറിയ ഒരു മണ്ഡലത്തിലാണ് LDF കഴിഞ്ഞ 2 തവണ വിജയിച്ചത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ PV അൻവറിനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ LDF-ന്റെ ഭാഗമായി നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞാലിയുടെ വിജയത്തിന് ശേഷം നോക്കുമ്പോൾ പിന്നീടുള്ള ജയങ്ങളെല്ലാം TK ഹംസ 1 തവണ വിജയിച്ചപ്പോഴും PV അൻവർ 2 തവണ വിജയിച്ചപ്പോഴും എല്ലാം അവർ ആ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച സമയത്ത് CPM ചിഹ്നത്തിലാണ് മത്സരിച്ചെങ്കിൽ പോലും ശ്രീരാമകൃഷ്ണൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നല്ലൊരു മത്സരം നടത്താൻ കഴിഞ്ഞു. അതുപോലെ M സ്വരാജ്, അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ ആദ്യമായാണ്. അപ്പോൾ അദ്ദേഹം 2 തവണ മുമ്പ് മത്സരിച്ചെങ്കിൽ പോലും ഈ നിലമ്പൂരിൽ മത്സരിക്കുന്നതിൻ്റെ ആവേശം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാം വരുന്ന സമയത്ത് M സ്വരാജിന് പകരം മറ്റു പല പേരുകളുമായിരുന്നു കേട്ടിരുന്നത്. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഒരു ആവേശം നമ്മളെല്ലാം തന്നെ കണ്ടു.